ഇന്നത്തെ ഈ ഒരു ഫ്ലേവർ ഞാൻ ഇതിനു മുന്നേ 2 തവണ ചെയ്തതാണ് കേട്ടോ. പക്ഷേ അന്നത്തെ സാഹചര്യം കൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഇതിനങ്ങനെ പ്രത്യേകിച്ചൊരു പേരും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾക്കൊരു ചെറിയ ടാസ്ക് ഉണ്ട്. ഈ കേക്കിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പേര് പറയാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ഫില്ലിങ്സ് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ചോക്ലേറ്റ് സ്പഞ്ച്, അതിനകത്തേക്ക് ചോക്ലേറ്റ് ഗനാഷ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫില്ലിങ്ങിൽ ഇതേപോലെ നമ്മളുടെ കാരമൽ സോസാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ കാഷ്യൂ ഒന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ലെയറും കൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്യാം. പിന്നെ ബട്ടർ ബേസ്ഡ് ആയിട്ടുള്ള സ്പഞ്ചാണെന്നുണ്ടെങ്കിൽ വെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഇനി നമുക്ക് കേക്ക് ഒന്ന് ജസ്റ്റ് ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇതേപോലെ കംപ്ലീറ്റ് ഗനാഷ് വെച്ചിട്ട് ചെയ്യുന്ന കേക്കുകൾ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവണം ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. എന്നാലാണ് കറക്റ്റ് ആ ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഫൈനൽ കോട്ടും കൂടി ചെയ്യുന്നുണ്ട്. കേക്ക് നല്ല തണുപ്പായതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു ഫൈനൽ കോട്ടിങ് പെട്ടെന്ന് തന്നെ ചെയ്യണം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് കട്ടായി പോകും. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ഈ ഒരു പരിപാടിയൊക്കെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കേക്ക് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ആർഭാടമായിട്ടുള്ള ഡിസൈനൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള ഡിസൈനായിരുന്നു. ഈ ഒരു കേക്കിന് ഈ ഒരു ഡിസൈൻ തന്നെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ കേക്കിൻ്റെ പേര് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ടാറ്റാ.